നമസ്കാരം. പാകിസ്ഥാൻ എന്ന രാഷ്ട്രം രൂപീകൃതമായ സമയം മുതൽ തന്നെ അവർക്ക് വലിയ തലവേദനയായി മാറിയ ഒരു മൂവ്മെൻ്റാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ മൂവ്മെൻറ്റ്. ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന പാകിസ്ഥാൻ്റെ പ്രവിശ്യ ഒരു വലിയ പ്രവിശ്യയാണ്. ഈ പ്രവിശ്യ സാംസ്കാരികമായും ചരിത്രപരമായും പാകിസ്ഥാനോടൊപ്പം നിൽക്കാൻ കഴിയില്ല. അവരുടെ ഒരു ഐഡൻറ്റിറ്റി വേറെയാണ് എന്ന് പറയുകയും അതുകൊണ്ട് തന്നെ ആ ഭൂവിഭാഗത്തെ പ്രത്യേക രാഷ്ട്രമായി കണക്കാക്കണമെന്നും പാകിസ്ഥാനിൽ നിന്നും സ്വാതന്ത്ര്യം വേണമെന്നും ആഗ്രഹിക്കുന്ന ഒരു വിഭാഗമാണ് ഈ ബലൂചിസ്ഥാനിലെ ആളുകൾ. അവരാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ മൂവ്മെൻറ്റ് എന്ന ഒരു സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനമുണ്ടാക്കി. ഈ വർഷങ്ങളെല്ലാം, അതായത് പാകിസ്ഥാൻ രൂപീകൃതമായി 10-75 വർഷം പിന്നിട്ടിരിക്കുന്നു. ഈ വർഷങ്ങളിലെല്ലാം വലിയ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പോരാട്ടം വർഷങ്ങളോളം നീണ്ടു എങ്കിലും ഇപ്പോൾ പോരാട്ടം കുറച്ച് കനക്കുന്നുണ്ട് എങ്കിൽ പോലും അവരുടെ ആവശ്യം ഇതുവരെ ലഭിച്ചിട്ടില്ല, അല്ലെങ്കിൽ അത് സഫലമാക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അവർ ഇപ്പോഴും കടുത്ത പോരാട്ടം തുടരുക തന്നെയാണ്. ഈ പോരാട്ടത്തിനെതിരെ പാകിസ്ഥാൻ പല കാലഘട്ടങ്ങളിലും പല അടവുകളും സ്വീകരിച്ചിട്ടുണ്ട്. ഈ പോരാട്ടം പാകിസ്ഥാൻ്റെ കയ്യിൽ നിൽക്കില്ല എന്ന ഒരു സാഹചര്യം വരുമ്പോൾ പാകിസ്ഥാൻ പലപ്പോഴും വിദേശ രാജ്യങ്ങളുടെ സഹായം പോലും തേടിയിട്ടുണ്ട്. അതായത് ഈ അടുത്ത കാലത്തായി ബലൂചിസ്ഥാൻ ലിബറേഷൻ പോരാളികൾ നടത്തുന്ന ആക്രമണങ്ങൾ വളരെ വലുതാണ്. അവർ പ്രധാനമായും പാകിസ്ഥാൻ്റെ ആർമിക്ക്, പാകിസ്ഥാൻ സൈന്യത്തിന് വലിയ നാശനഷ്ടം ഉണ്ടാക്കിക്കൊണ്ടുള്ള ആക്രമണം നടത്തുകയാണ്. ഈ അടുത്ത കാലത്താണ് പാകിസ്ഥാനിലെ ഒരു ട്രെയിൻ ഇവർ തടഞ്ഞു വയ്ക്കുന്നു. ട്രെയിനിൽ യാത്ര ചെയ്തിരുന്നവരെ ബന്ദികളാക്കി വയ്ക്കുന്നു. ഇവരിൽ ഭൂരിഭാഗവും പാകിസ്ഥാൻ സൈനികരായിരുന്നു. 10-30ഓളം ആളുകൾ പാകിസ്ഥാൻ ഭാഗത്ത് നഷ്ടപ്പെട്ടു. അത് ഭൂരിഭാഗവും സൈനികരായിരുന്നു. മാത്രമല്ല അതിനുശേഷം നിരവധി ആക്രമണങ്ങൾ, സൈനിക ട്രക്ക് ആക്രമിക്കുക, സൈനിക കേന്ദ്രങ്ങളും ആസ്ഥാനങ്ങളും ഒക്കെ ആക്രമിക്കുക, ഇങ്ങനെയുള്ള നിരവധി ഭീകരാക്രമണങ്ങൾ ഈ ബലൂചിസ്ഥാൻ പോരാളികൾ നടത്തുന്നുണ്ട്. ഇതിൽ കനത്ത നാശനഷ്ടമാണ് പാക് സൈന്യത്തിന് ഈ അടുത്ത കാലത്തായി ഉണ്ടായിട്ടുള്ളത്. പാകിസ്ഥാൻ പറയുന്നത് ഒരു പരിധിവരെ ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിക്കും മറ്റ് വിഘടനവാദ സംഘടനകൾക്കുമെല്ലാം സഹായം ചെയ്തു കൊടുക്കുന്നത് ഇന്ത്യയാണ് എന്നാണ്. സാമ്പത്തികമായും മറ്റേതെങ്കിലും തരത്തിലുമൊക്കെ ഇത്തരത്തിലുള്ള സഹായം ഇന്ത്യ ഈ ബലൂച്ച് ലിബറേഷൻ ആർമിക്ക് ചെയ്തു കൊടുക്കുന്നു എന്നാണ് വർഷങ്ങളായി പാകിസ്ഥാൻ ആരോപിക്കുന്നത്. ഇന്ത്യ അത് നിഷേധിക്കുന്നുമുണ്ട്. എന്തായാലും ശക്തമായ വിഘടനവാദ പോരാട്ടം അത് ബലൂചിസ്ഥാനിൽ നടക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഈ അടുത്ത കാലത്തായി പാകിസ്ഥാൻ ഭരണകൂടത്തിൻ്റെ പിടിവിടുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ പിടിവിട്ടു പോയ സമയത്താണ് ചൈനയെ ഈ ബലൂചിസ്ഥാനിലേക്ക് പാകിസ്ഥാൻ ക്ഷണിച്ചു കൊണ്ടുവരുന്നത്. ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ്സ് പദ്ധതി അപ്പോഴാണ് പ്രഖ്യാപിക്കപ്പെടുന്നത്. ഈ ബെൽറ്റ് ആൻഡ് റോഡ്സ് പദ്ധതി അനുസരിച്ചിട്ടുള്ള നവീകരണ പ്രവർത്തനങ്ങളും റോഡുകളും മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റികളും നമുക്ക് ബലൂചിസ്ഥാൻ വഴി ആക്കിക്കളയാമെന്നൊരു നിർദ്ദേശം ചൈനയ്ക്ക് മുന്നിൽ പാകിസ്ഥാൻ വയ്ക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു നിർദ്ദേശം വയ്ക്കുന്നത് തന്നെ ബലൂചിസ്ഥാനിലെ ഈ വിഘടനവാദ പ്രവർത്തനങ്ങൾക്കെതിരെ പ്രവർത്തിക്കാൻ മറ്റൊരു വിദേശ ശക്തി വേണം എന്ന് പാകിസ്ഥാന് തോന്നുന്നത് കൊണ്ടാണ്. സ്വന്തം രാജ്യത്തിലെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ സ്വന്തം ഭരണകൂടത്തിനോ അല്ലെങ്കിൽ സ്വന്തം സൈന്യത്തിനോ സാധിക്കാതെ വരുമ്പോഴാണ് ചൈനയെ അവർ കൂട്ടുപിടിക്കുന്നത്. ചൈനയെ കൂട്ടുപിടിച്ച് അവിടെ വലിയ വലിയ പദ്ധതികൾ, തുറമുഖങ്ങൾ, റോഡുകൾ, റെയിൽപാതകൾ, മറ്റ് ഗ്യാസ് ഹബ്ബുകൾ, മറ്റ് എണ്ണ പൈപ്പ് ലൈനുകൾ, ഇതെല്ലാം തന്നെ അവിടെ ഇടിക്കാനുള്ള പ്രവർത്തനങ്ങൾ വരുന്നു. ആ പ്രവർത്തനങ്ങളുമായി ചൈന മുന്നോട്ട് പോകുന്നു. കോടിക്കണക്കിന് ഡോളറാണ് ചൈന ആ പാകിസ്ഥാനിലെ ഈ മേഖലകളിൽ ഇതിനോടകം തന്നെ നിക്ഷേപിച്ചത്. നമുക്കറിയാം, ഗ്വാദാർ തുറമുഖം, ഗ്വാദാർ എയർപോർട്ട്, ഇതെല്ലാം തന്നെ വികസിപ്പിക്കുന്നത് ചൈനയാണ്. പക്ഷേ ഗ്വാദാർ തുറമുഖം വികസിപ്പിച്ചു കഴിഞ്ഞാൽ ഈ പാകിസ്ഥാനിലേക്ക് വരുന്ന അല്ലെങ്കിൽ പാകിസ്ഥാനിൽ നിന്നും കയറ്റുമതി ചെയ്യപ്പെടുന്ന ഈ കണ്ടെയ്നറുകളെല്ലാം ഈ ഒരു വലിയ ശതമാനവും ഈ പറയുന്ന ഗ്വാദാർ തുറമുഖം വഴി ആയിരിക്കണമെന്നൊരു ഉടമ്പടി ഉണ്ടായിരുന്നു. പക്ഷേ അതുപോലും ഇപ്പോൾ പാകിസ്ഥാൻ പാലിക്കുന്നില്ല. കറാച്ചി തുറമുഖത്തെ അപേക്ഷിച്ച് വളരെ ചെറിയ വ്യാപാരം മാത്രമാണ് ഗ്വാദാർ തുറമുഖം വഴി നടക്കുന്നത്. ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത പണം വെള്ളത്തിലായി എന്നല്ലാതെ ചൈനയ്ക്ക് 1 രൂപയുടെ പ്രയോജനം ഈ ഗ്വാദാർ തുറമുഖത്തിൽ നിന്ന് ലഭിക്കുന്നില്ല. മാത്രമല്ല, ഇപ്പോൾ ബെൽറ്റ് ആൻഡ് റോഡ്സ് പദ്ധതിയുടെ നിർണായകമായ പല നിർമ്മിതികളും വരുന്നത് ഈ ബലൂചിസ്ഥാൻ മേഖലയിലാണ്. അതുകൊണ്ട് തന്നെ ഈ മേഖലകളിലൊക്കെ പണി മുന്നോട്ട് കൊണ്ടുപോകാൻ, ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ ചൈനക്കാർ വളരെയധികം പാടുപെടുകയാണ്. കാരണം വലിയ വലിയ ആക്രമണങ്ങൾ ചൈനയുടെ പദ്ധതികൾക്ക് നേരെ ഉണ്ടാകുന്നു. ചൈനയുടെ ഈ പറയുന്ന പദ്ധതികളിൽ തൊഴിലാളികളായിട്ടുള്ള ചൈനീസ് ഉദ്യോഗസ്ഥർ, ഇവരെയൊക്കെ ഇങ്ങനെ ഈ രീതിയിൽ ബലൂചിസ്ഥാൻ പോരാളികൾ ആക്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്ത പണം പോയി വെട്ടിലായിരിക്കുന്ന ഒരു രാജ്യമാണ് ചൈന. ഇതേ രീതിയിൽ തന്നെ അമേരിക്കയെയും പെടുത്താനാണ് ഇപ്പോൾ പാകിസ്ഥാൻ ശ്രമിക്കുന്നത്. അതായത് ബലൂചിസ്ഥാനിൽ അപൂർവമായ ധാതുക്കളുണ്ട്, അവിടെ എണ്ണയുണ്ട്, അവിടെ നിങ്ങൾ വന്ന് പര്യവേഷണം നടത്തിയാൽ ഈ ധാതുക്കൾ
ധാതുക്കളെയൊക്കെ നിങ്ങൾക്ക് കൊണ്ടുപോകാം എന്നൊരു ആശയമാണ് പാകിസ്ഥാൻ അവിടെ മുന്നോട്ട് വയ്ക്കുന്നത്. എങ്ങനെയും ബലൂചിസ്ഥാനെ വിഘടിച്ചു പോകാതെ നിൽക്കുക. കാരണം പാകിസ്ഥാൻ ഒരു വിഘടനത്തിൻ്റെ വക്കോളം എത്തിയതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ. അതായത് മറ്റു ചില ഭാഗങ്ങൾ, ബലൂചിസ്ഥാൻ മാത്രമല്ല മറ്റു ചില ഭാഗങ്ങൾ കൂടി വിഘടിച്ചു പോകും എന്നൊരവസ്ഥയിലെത്തുന്നു. പാകിസ്ഥാൻ എന്ന രാഷ്ട്രം തന്നെ ഇല്ലാതാകുമെന്നൊരവസ്ഥയിലെത്തിയ ഘട്ടത്തിലാണ് ഇപ്പോൾ വീണ്ടും ചൈനയെ കൊണ്ട് പ്രയോജനമില്ല എന്ന രീതിയിൽ അമേരിക്കയുടെ സഹായം തേടുന്നത്. അമേരിക്കൻ പ്രസിഡന്റിനെ ഇതിനുവേണ്ടി കെണിയിൽപ്പെടുത്തുന്നു. മാത്രമല്ല പാകിസ്ഥാന്റെ സൈനിക ഉദ്യോഗസ്ഥർ നിരന്തരം അമേരിക്ക സന്ദർശിക്കുന്നു. ഇതെല്ലാം തന്നെ അമേരിക്കൻ ഭരണകൂടത്തെ ഇവിടേക്ക് ക്ഷണിച്ചു കൊണ്ടുവരുവാനും അമേരിക്കയുടെ പണം ഇവിടെ നിക്ഷേപിക്കാനും ഒക്കെയാണ് ഇപ്പോൾ പാകിസ്ഥാൻ ശ്രമിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ഉപദേശമാണ് ട്രംപിന് കൊടുക്കുന്നത്. ട്രംപ് എടുക്കുന്ന ഇന്ത്യ വിരുദ്ധ നിലപാടുകളെല്ലാം ഈ കച്ചവടത്തെ, ഈ അപൂർവ ധാതുക്കളെ കണ്ടിട്ടാണ്. അപൂർവ ധാതുക്കൾ എന്ന് പറഞ്ഞാൽ അത് എല്ലാ രാജ്യങ്ങൾക്കും ഇപ്പോൾ ആവശ്യമായ കാര്യമാണ്. അത് ഇവിടെയുണ്ട് എന്ന ഒരു വിചാരത്തിലാണ്, അങ്ങനെയൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ട്രംപ് ഇവിടേക്ക് വരുന്നത്. അവിടെയും കച്ചവട താല്പര്യങ്ങൾ മാത്രമാണ് അമേരിക്കയെ നയിക്കുന്നത്. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ മേഖലകളിൽ നിക്ഷേപം ഇറക്കി അവിടെ നിന്നും ധാതുക്കളും എണ്ണയും ഖനനം ചെയ്ത് കൊണ്ടുപോകാം എന്നാണ് അമേരിക്ക ഇപ്പോൾ കരുതുന്നത്. അവിടെ അങ്ങനെ ഒരു നിക്ഷേപം അല്ലെങ്കിൽ ധാതു ലവണങ്ങളുടെ നിക്ഷേപം ഈ ബലൂചിസ്ഥാൻ ഒഴികെ പാകിസ്ഥാന്റെ മറ്റു ഭാഗങ്ങളിൽ ഒന്നും തന്നെ ഇല്ല. ബലൂചിസ്ഥാനിൽ ഇങ്ങനെ ഒരു വിഘടനവാദം ഉയർന്നു വരാൻ തന്നെ കാരണം ബലൂചിസ്ഥാൻ എന്ന പ്രവിശ്യയെ പാകിസ്ഥാൻ ഭരണകൂടം ഈ രീതിയിൽ തഴയുന്നത് കൊണ്ടാണ്. അവിടെ നിന്നും ധാതു ലവണങ്ങൾ മോഷ്ടിച്ചു കൊണ്ടുപോകുന്നു. പക്ഷേ അവിടേക്ക് രാജ്യത്തിൻ്റെ വിഭവങ്ങൾ എത്തുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നുമില്ല. അവരെ തഴയുന്നു. ഈ ഭരണകൂടത്തിലും സൈനിക നേതൃത്വത്തിലുമെല്ലാം പഞ്ചാബ് പ്രവിശ്യയിൽ നിന്നുള്ള ആളുകളാണ്. അങ്ങനെ ഒരു തഴയപ്പെടുന്നതിൻ്റെ ഒരു അനുഭവമാണ് ഇവിടെ വിഘടനവാദം ശക്തിപ്പെടാൻ കാരണം. അതുതന്നെ അമേരിക്ക ഈ ഒരു കരാർ, വ്യാപാര കരാർ പാകിസ്ഥാനുമായി പ്രഖ്യാപിച്ച ഉടൻ തന്നെ ബലൂചിസ്ഥാനിലെ നേതാക്കളാണ് ഈ രീതിയിൽ ഉടനടി പ്രചരിച്ചത്. എന്തിനാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്? പാകിസ്ഥാനിൽ ധാതുക്കളോ എണ്ണയോ ഒന്നുമില്ല, അതെല്ലാം ഉള്ളത് ബലൂചിസ്ഥാനിലാണ്. ഇവിടെ ഞങ്ങൾ നിങ്ങളെ കാലുകുത്താൻ അനുവദിക്കില്ല എന്ന് ബലൂചിസ്ഥാൻ നേതാക്കൾ പറയുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്കെതിരെ ശക്തമായ പ്രക്ഷോഭത്തിന് ബലൂചിസ്ഥാൻ പോരാളികൾ തയ്യാറെടുക്കുകയാണ്. ആ തയ്യാറെടുപ്പ് തടയാനാണ് ഇപ്പോൾ പാകിസ്ഥാൻ ശ്രമിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഇൻ്റർനെറ്റും മൊബൈൽ ഫോൺ കണക്ടിവിറ്റിയും ഈ മേഖലയിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ പാകിസ്ഥാൻ വിച്ഛേദിച്ചിരിക്കുകയാണ്. അതായത് ബലൂചിസ്ഥാൻ മേഖലയെ പൂർണ്ണമായും പാകിസ്ഥാൻ ഒറ്റപ്പെടുത്തിയിരിക്കുന്നു. അതായത് 1,50,00,000 വരുന്ന പോപ്പുലേഷൻ അവിടെയുണ്ട്, ജനസംഖ്യ അത്രത്തോളം വരും. 85 ലക്ഷത്തോളം മൊബൈൽ വരിക്കാരുണ്ട്. ഈ മൊബൈൽ വരിക്കാരുടെ ഫോൺ കണക്ടിവിറ്റി എല്ലാം മുഴുവൻ കട്ട് ചെയ്തിരിക്കുകയാണ്. ഇതിലേക്കുള്ള ഇൻ്റർനെറ്റും തടഞ്ഞു വച്ചിരിക്കുന്നു. അവിടെ ഒരു കലാപം ഉണ്ടാകാൻ പോകുന്നു. വലിയ വിഘടനവാദ പ്രവർത്തനങ്ങൾ നടക്കാൻ പോകുന്നു. അതിൽ നിന്നും രക്ഷ നേടാനാണ് ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി പാകിസ്ഥാൻ ചെയ്തിരിക്കുന്നത്. ഇതവർ കൃത്യമായി തന്നെ അമേരിക്കയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അമേരിക്ക ഇത് വളരെ സസൂക്ഷ്മം തന്നെ നിരീക്ഷിച്ചു വരികയുമാണ്. കൂടാതെ സൈനിക ശേഷി ഉപയോഗിച്ച് ഈ ബലൂചിസ്ഥാൻ പോരാളികളെ അമർച്ച ചെയ്യാൻ കഴിയുമോ എന്നുള്ളതിനെക്കുറിച്ചും അമേരിക്ക ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ പ്രശ്നം സങ്കീർണമാവുകയാണ്. അമേരിക്ക പാകിസ്ഥാനിൽ ശക്തമായ ഇടപെടൽ നടത്താൻ പോകുന്നു. ഒരു അയൽ രാജ്യം എന്ന നിലയിൽ ഇന്ത്യക്കും അതൊരു വലിയ സുരക്ഷാ ഭീഷണി ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ ഈ പുതിയ സാഹചര്യങ്ങളെ നേരിടാനുള്ള ഒരുക്കത്തിലുമാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു.
ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.